السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും എങ്ങനെയാണ് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഏതെങ്കിലും ഡിക്ഷണറിയും പരിഭാഷകളും വെച്ചുകൊണ്ടാണോ ഖുർആൻ മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ഖുർആനിനെയും തിരുസുന്നത്തിനെയും സമീപിക്കേണ്ടത്? ഇത് വഹാബികളുടെ നേതാവായ ഹുസൈൻ സലഫിനെ തന്നെ നമുക്ക് കൊണ്ടുവരാം. അദ്ദേഹം പറയുന്നുണ്ട് എങ്ങനെയാണ് ഖുർആനും ഹദീസും മനസ്സിലാക്കേണ്ടത് എന്ന്. അത് വെച്ചുകൊണ്ട് തന്നെ അവർ ആ ഒരു തിയറിയിലൂടെയാണോ അവർ മനസ്സിലാക്കുന്നത് എന്നും നമുക്ക് പരിശോധിക്കാം. ആദ്യമായി ഹുസൈൻ സലഫി അദ്ദേഹം പ്രസംഗിക്കുന്നുണ്ട് എങ്ങനെയാണ് നാം ഖുർആനിനെ മനസ്സിലാക്കേണ്ടത് എന്ന്. അതൊന്ന് നിങ്ങൾ കേട്ടോളൂ. എല്ലാവരും പറയും ഒരു കിതാബ് ഖുർആൻ ഇട്ട് നിവർത്തി വെച്ച് ഒരു ഡിക്ഷണറി നിവർത്തി വെച്ചിട്ട് ഞാൻ ഖുർആനിന് ഇങ്ങനെ അർത്ഥം പറയാൻ നിന്നാൽ ഇവിടെ എങ്ങനെ സംഭവിക്കാം? പറ്റുമോ? പറ്റൂല. അപ്പൊ ഖുർആനും ഹദീസും തന്നെ എല്ലാവരും പറയേണ്ടത്. ആ ഖുർആനും ഹദീസും ആദ്യം കേട്ട് നടപ്പിൽ വരുത്തിയ ഖൈറുന്നാസി ഖർനി എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തൊരു ഉത്തമ തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട് നമുക്ക്. അവർ മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ മനസ്സിലാക്കി. അവർ മനസ്സിലാക്കിയതൊക്കെ സത്യവിശ്വാസാണ്, അവർ നിരാകരിച്ചതൊക്കെ അന്ധവിശ്വാസാണ്. അവര് മനസ്സിലാക്കിയതൊക്കെ അത് വിശ്വസിച്ചാൽ മുശ്രിക്കായി പോകും. സഹാബിമാര് വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച മുശ്രിക് പോകും. കാരണം എന്താ? അഭൗതികമായിട്ട് നമ്മളെ സഹായിക്കാൻ അല്ലാഹു മാത്രമേ കഴിയുള്ളൂ. ഹുസൈൻ സലഫി പറഞ്ഞത് സലഫുസ്വാലിഹീങ്ങൾ ഉത്തമ നൂറ്റാണ്ടെന്ന് മുത്തുനബി പ്രത്യേകം എടുത്തു പറഞ്ഞ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമ നൂറ്റാണ്ടാണെന്ന് മുത്തുനബി വിശേഷിപ്പിച്ച ആ നൂറ്റാണ്ടിലെ സലഫുസ്വാലിഹീങ്ങൾ എങ്ങനെയാണോ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കിയത് അവരിലൂടെ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഈ പ്രസംഗിക്കുന്ന മൗലവി അടക്കം ഉൾക്കൊള്ളുന്ന ഈ വഹാബി പ്രസ്ഥാനം അങ്ങനെയാണോ ഖുർആനും ഹദീസും മുജാഹിദുകൾ മനസ്സിലാക്കുന്നത്? അല്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ വഹാബി പ്രസ്ഥാനം തന്നെ ഉടലെടുത്തത്. ലോകത്തുള്ള സുന്നികൾ മുഴുവനും മുശ്രിക്കീങ്ങളാണ് എന്നതിന് വിശുദ്ധ ഖുർആനിൽ നിന്ന് ആയത്തോതി സ്വന്തമായി അർത്ഥം വെച്ച് ദുർവ്യാഖ്യാനിച്ചിട്ടല്ലേ ഇസ്തിഗാസ ചെയ്യുന്ന തവസ്സുൽ ചെയ്യുന്ന ലോക മുസ്ലിമീങ്ങൾ ഇവർ മുശ്രിക്കാക്കിയത്. മുജാഹിദുകൾ ആ നിലക്ക് സലഫുസ്വാലിഹീങ്ങൾ ഉത്തമ നൂറ്റാണ്ടിലെ ഇമാമീങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഖുർആൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇവിടെ വഹാബി പ്രസ്ഥാനം തന്നെ ഉണ്ടാകുമായിരുന്നോ? അവർ അങ്ങനെയല്ല. അവർ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, മുൻഗാമികളായ ഇമാമീങ്ങളെ സലഫുസ്വാലിഹീങ്ങളെ ഉത്തമ നൂറ്റാണ്ടിലെ മഹാന്മാരെ ഇവർ അംഗീകരിക്കുന്നുണ്ടോ ഈ വഹാബികൾ? അവരെ അർത്ഥം വെച്ചതുപോലെ അവർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ സലഫുസ്വാലിഹീങ്ങളെ ഇവർ സലഫി എന്ന് പറയുന്നു എന്നല്ലാതെ ആ സലഫുസ്വാലിഹീങ്ങൾ ഇവർ അംഗീകരിക്കുന്നുണ്ടോ? അതുമില്ല. അതാ സക്കരിയ സ്വലാഹി പറയുന്നുണ്ട്, ഇമാമുന ശാഫിഈ ഉത്തമ നൂറ്റാണ്ടിലെ പ്രഗൽഭനായ മഹാനല്ലേ, ലോകം കണ്ട വലിയ പ്രഗൽഭനായ അയിമ്മത്തിൽ വെച്ച് ഏറ്റവും പ്രഗൽഭനായ മഹാനല്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. സക്കരിയ സ്വലാഹി പറയുന്നുണ്ട്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് തെറ്റ് പറ്റിയിട്ടുണ്ട്. ആയത്ത് മനസ്സിലാക്കിയതിൽ അബദ്ധം സംഭവിച്ചു ഷാഫി ഇമാമിന് എന്ന് സക്കരിയ തുറന്ന് പറയാം. ഒരു മൗലവി നിങ്ങൾ കേട്ടു നോക്ക്.
മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. പെണ്ണിനെ തൊട്ടാ ഒതുമുറിയാന്നുള്ള പ്രശ്നം തന്നെയല്ല. ഔ ലാമസ്തുമുൻ നിസാ എന്ന ആയത്ത് ഇമാം ഷാഫി മനസ്സിലാക്കിയത് തെറ്റാണ് റഹിമഹുല്ലാ. അദ്ദേഹം പറഞ്ഞു സ്പർശിച്ചാൽ, അവിടെ സ്പർശിച്ചാൽ എന്നല്ല ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്നാണ് അർത്ഥം. അന്യം തൊടാത്ത പെണ്ണാണെന്ന ബസ് കയറുമ്പോൾ ആളുകളെ തോടിയിട്ടില്ല എന്നർത്ഥം അല്ലല്ലോ. അവൾ മറ്റൊരാണുങ്ങളെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന അർത്ഥം. മനസ്സിലായില്ലേ? ആ തൊടലാണ് അവിടെ ഉദ്ദേശം. മനസ്സിലായില്ലേ? ആ നിലക്ക് പറഞ്ഞത് തെറ്റായി മനസ്സിലാക്കി. ഇമാം ഷാഫിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞ കഥ കഴിഞ്ഞു. അത് പറയുന്നവര്, അതാ വരെ കുഴപ്പം. അതിനെ ന്യായീകരിച്ച് നിൽക്കും. അപ്പൊ ഹദീസ് കൊണ്ട് നമ്മളതിനെ നേരിടും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മദ്ഹബുകളല്ല ഇസ്ലാമിന്റെ പ്രമാണം. മദ്ഹബുകൾ ഇസ്ലാമിൽ അവസാന വാക്കല്ല. മദ്ഹബിന്റെ ഇമാമുകൾ തെറ്റുപറ്റാത്ത മഅസൂമുകളല്ല. അവർക്ക് പല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ പറഞ്ഞത്? എന്താ അദ്ദേഹം പറഞ്ഞത്? ഷാഫി ഇമാമിന് തെറ്റ് സംഭവിച്ചു. നമ്മുടെ ഉലമാവ് പറയാറില്ലേ, മുൻഗാമികളായ ഇമാമിങ്ങളെ തള്ളുന്നവരാണ്, നിസ്സാരപ്പെടുത്തുന്നവരാണ് വഹാബികളെന്ന്. ദൈനംദിനം അത് വഹാബികൾ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാഫി ഇമാമിന് തെറ്റി. പിന്നെ തെറ്റാത്തവർ ആരാ? ഈ മൗലവി അടക്കമുള്ള ഒരു അർക്കത്തിടാത്ത ഒരു ഹദീസ് പോലും കൃത്യമായി വായിക്കാൻ അറിയാത്ത ഈ മൗലവിമാർ. ഇത്രമാത്രം ഇവർ ഇമാമിയങ്ങളെ നിസ്സാരപ്പെടുത്തി. മറ്റൊരു മൗലവിയെ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാം. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അദ്ദേഹം തന്റെ വീട്ടിലുള്ള ചെറിയ കുട്ടിയെ വിളിക്കുന്നത് പോലെ വിളിക്കാൻ, പരാമർശിക്കാൻ. അദ്ദേഹത്തോട് മുഖാമുഖങ്ങളിലുള്ള ഒരുപാട് ആളുകൾ ചോദിച്ചു, നവവി ഇമാം ഇസ്തിശ്ഫാ ചെയ്യണമെന്ന് പറഞ്ഞയാളല്ലേ? തവസ്സുലും ഇസ്തിഗാസയും സ്ഥിരപ്പെടുത്തിയ ആളല്ലേ നവവി ഇമാം? പിന്നെന്തേ വഹാബികളെ നിങ്ങൾ അംഗീകരിക്കാത്തത്? അനസ് മൗലവിന്റെ മറുപടി, നവവി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കുകയോ? ആ നവവി ഇമാമിനെ നിസ്സാരപ്പെടുത്തുന്ന പരാമർശം നിങ്ങൾ കേട്ടുനോക്ക്. ാണ് അങ്ങനെ അല്ല എങ്കിൽ നവവി ഈലാഹില്, നവവി അദ്കാറില്, നവവി ശറഹ് മുഹദ്ദബില് ഇവിടെയൊക്കെ എഴുതി നബിയുടെ ഖബറടിക്ക് പോയിട്ട് നബിയെ വിളിച്ചിട്ട് ഇസ്തിശ്ഫാ ചെയ്യണം എന്ന്, ശുപാർശ തേടണമെന്ന്. എന്താ പറയാ നിങ്ങൾ? എന്താ മറുപടിയാണ്? തേടാന്നോ? നബി തേടിയത് കൊണ്ട് നമുക്ക് തേടാന്നോ? പറഞ്ഞുകൊണ്ട് തേടാം എന്ന് മാത്രമല്ല, നിങ്ങൾ നവവി ഇമാമിനെ ചീത്ത പറഞ്ഞു എന്ന് മാത്രമല്ല, നിസ്സാരപ്പെടുത്തി എന്ന് മാത്രമല്ല, ഇമാമിങ്ങളെ മുഴുവനും ഏതുവരെ ഇവരെ നിസ്സാരപ്പെടുത്തി. മുശ്രിക്കീങ്ങളാണ്, കാഫിരീങ്ങളാണ് ഇമാമിങ്ങൾ എന്നുവരെ പരസ്യമായി പ്രസംഗിക്കുകയും എഴുതി വെക്കുകയും ചെയ്തു. എന്റെ കയ്യിലുള്ളത് അൽമനാറാണ്. KNMന്റെ ഔദ്യോഗിക മുഖപത്രം, മുജാഹിദിന്റെ ഔദ്യോഗിക മുഖപത്രമാണ്. ഈ അൽമനാറിൽ ഗൗസുൽ ആലമിനെ കുറിച്ച് വളരെ വ്യക്തമായി കുഫ്ർ ആരോപിച്ചുകൊണ്ടവർ എഴുതി, യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണായണമാ എന്ന ശ്രീ ശങ്കരാചാര്യന്റെ ആശയക്കാരനാണ് ഗൗസുൽ ആലം. മുജാഹിദിന് നിഷേധിക്കാൻ കഴിയില്ല. ഈ അടുത്ത് ഹുസൈൻ സലഫി ഇതിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെ ഒരു വീക്ഷണം കൂടി ഉണ്ട് എന്നാണ്. ഇത് തെറ്റാണ് എന്നല്ല, പരസ്യമായ ഗൗസുൽ ആലമിനെ കുഫ്ർ ആരോപിച്ചുകൊണ്ടവർ എഴുതി. മാത്രല്ല, ഇവരുടെ വഹാബികളുടെ നേതാവാണല്ലോ ഇബ്നു അബ്ദുൽ വഹാബ്. ഹിജ്റ 1111 നജ്ദിൽ ജനിച്ച ആ വ്യക്തി ഇബ്നു അബ്ദുൽ വഹാബിന്റെ മസ്തിഷ്കത്തിൽ നിന്ന് ഉടലെടുത്ത പ്രസ്ഥാനമാണല്ലോ വഹാബിസം. ആ ഇബ്നു അബ്ദുൽ വഹാബിന് ഒരു ഗ്രന്ഥമുണ്ട്, നവാഖിദുൽ ഇസ്ലാം. ആ ഗ്രന്ഥത്തിനിക്ക് മറ്റൊരു വഹാബി ശറഹ് എഴുതിയിട്ടുണ്ട്. ആ വഹാബിന്റെ പേര് ഖാലിദ് ഇബ്നു അലിൽ മർദിൽ ഗാമിദി. അദ്ദേഹത്തിന്റെ ശറഹ് നവാഖിദുൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ കഴിഞ്ഞുപോയ മുൻഗാമികളായ മുശ്രിക്കീങ്ങളായ ഇമാമിങ്ങൾ എന്നവരെ ലിസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. എത്രമാത്രം ഇമാമിങ്ങളോട് ഇവർക്ക് ദേഷ്യമുണ്ട്
ഇവർക്ക് ഇമാമിങ്ങളെ കണ്ടുകൂടാ എന്നതിന്റെ കൃത്യമായ ഉദാഹരണമല്ലേ ഇത്? കണ്ടില്ലേ ഈ ഗ്രന്ഥ, ഇത് പുസ്തകം എന്നേ പറയാൻ പറ്റൂ. ഈ ചീനിനാറിയ പുസ്തകത്തിൽ അദ്ദേഹം അതാ കൊടുക്കുന്നുണ്ട്, വമിൻ അഇമ്മത്തിൽ ഖുബൂരിയ അൽ മുശ്രിക ഫിൽ ഖർനി സാമിൻ, 8ാം നൂറ്റാണ്ടിലെ മുശ്രിക്കീങ്ങളായ ഖുബൂർ ഇമാമിങ്ങൾ. ആരാ? ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹു. നമ്മൾ തൗളിയത്ത് ചെല്ലേണ്ടവരാണ്. ലോകത്ത് പ്രഗൽഭരായ, ലോകം കണ്ട പ്രഗൽഭരായ ഇമാമിങ്ങളാണ്. അവരെ മുശ്രിക്കുകളെ പട്ടികയിൽ ചേർത്ത് കൊടുക്കുകയാണ് ഈ വഹാബികൾ. അതുപോലെ തഖിയുദ്ദീൻ അസ്സുബ്കി, അതുപോലെ തന്നെ ഇമാം യാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു, ഇമാം ബക്കരി റളിയല്ലാഹു അൻഹു. വഫിൽ ഖർനി താസി, 9ാം നൂറ്റാണ്ടിലെ മുശ്രിക്കീങ്ങൾ ഇമാമിങ്ങൾ, മുശ്രിക്കീങ്ങളായ ഇമാമിങ്ങൾ. വഹാബി എഴുതുന്നു. ആരൊക്കെ? അതെ, വലിയ വലിയ അബുൽ അബ്ബാസ് സർജി, മുഹമ്മദ് സുലൈമാൻ അൽ ജസൂലി, അതുപോലെ അൽ ജീലി റളിയല്ലാഹു അൻഹു, അബൂ ഹഫ്സുൽ മിസ്രി തുടങ്ങി, അതുപോലെ ഇമാം സറൂഖ് റളിയല്ലാഹു അൻഹു. 10ാം നൂറ്റാണ്ടിലെ മുശ്രിക്കീങ്ങൾ വഹാബികൾ എഴുതുന്നു. സുയൂത്തി ഇമാം, കണ്ടില്ലേ? എന്നിട്ടോ അതുപോലെ ഇർഷാദു സാരിയുടെ മുസന്നിഫ് മഹാനായ ഖസ്തല്ലാനി ഇമാം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഇമാമിങ്ങളെ, ഇബ്നു ഹജറുൽ ഹൈതമി, ഷഅറാനി ഇമാം, ഇങ്ങനെ 13 നൂറ്റാണ്ടോളമുള്ള ഓരോരോ നൂറ്റാണ്ടിലെ മുശ്രിക്കീങ്ങൾ എന്ന് ഇമാമിങ്ങളെ പേര് ചേർത്ത് ലജ്ജയില്ലാതെ ചേർത്ത് കൊടുത്തവരാണ് ഈ വഹാബികൾ. ഇവർ മുൻഗാമികൾ അംഗീകരിക്കുന്നവരാണോ? നേരത്തെ ഹുസൈൻ സലഫി എന്ന കുപ്രസിദ്ധി നേടിയ മൗലവി പറഞ്ഞതുപോലെ സലഫു സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയ പോലെ ഇവർ മനസ്സിലാക്കുന്നവരാണോ? അവരെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, അവര് ദീനിൽ നിന്ന് പുറത്താണ്. അവരെക്കാളും ഇൽമും അറിവുമുള്ളവർ ഞങ്ങളാണ് എന്ന് അഹങ്കരിക്കുന്നവരല്ലേ ഈ വഹാബികൾ? അതുകൊണ്ട് സക്കരിയ ചോദിക്കുന്നുണ്ട്, ഈ ലോകത്ത് കഴിഞ്ഞുപോയ മുഅ്മിനീങ്ങളായ ഇമാമിങ്ങളെ മുശ്രിക്ക് ആരോപിച്ചുകൊണ്ട് മുശ്രിക്ക് എന്ന് പറഞ്ഞത് എവിടേക്ക് പോകാനാ? ലോകത്ത് കഴിഞ്ഞുപോയവരെ ശിർക്ക് ആരോപിച്ചാൽ എന്താ നമ്മുടെ അവസ്ഥ? അത് സക്കരിയ ചോദിക്കുന്നു. കേട്ടുനോ. ആരും അതിൽ ശിർക്ക് കണ്ടിട്ടില്ല. അവരാരും അതിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ മൂവർ സംഘത്തിന്റെ വാദപ്രകാരം ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരായി. അതാണ് ഇതിന്റെ അപകടം, വലിയ അപകടമാണ്. അത് പറഞ്ഞ് സംഘടനയിൽ നിൽക്കാൻ വേണ്ടി മുൻകഴിഞ്ഞ ഇമാമുകളുടെ പേരിലൊക്കെ ശിർക്ക് ആരോപിക്കാൻ സക്കരിയ സലാഹി നിന്നു കൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ KJU-വിന്റെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല. മുൻഗാമികളായ സച്ചരിതരായ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുവാൻ എന്നെ കിട്ടുകയില്ല. എന്റെ ഭരണോകം നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. ഇവിടുത്തെ ചില താൽക്കാലികമായ ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പലതും പറയാം, പലതും മാറ്റി പറയാം. പക്ഷേ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുന്നതിൽ എനിക്കൊരിക്കലും തന്നെ സാധ്യമല്ല എന്ന് ഞാനിവിടെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. കണ്ടോ, സക്കരിയ സലാഹിന്റെ ചോദ്യം നമ്മളോടല്ല, മുജാഹിദിന്റെ നേതാക്കളോട് തന്നെ ചോദിക്കാണ്. മൂപ്പരെ മുശ്രിക്ക് എന്ന് പറഞ്ഞ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോ മൂപ്പര് അങ്ങോട്ട് ചോദിച്ചതാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഹബീബായ മുത്തുനബിയെ നിസ്സാരപ്പെടുത്തിയവരാണ് വഹാബികൾ. സ്വഹാബത്തിനെ തള്ളിയവരാണ് വഹാബികൾ. ഉത്തമ നൂറ്റാണ്ടെന്ന് മുത്തുനബി വിശേഷിപ്പിച്ച 3 നൂറ്റാണ്ടിലെ ഇമാമിങ്ങളെ നിസ്സാരപ്പെടുത്തി അവഗണിച്ച് എന്ന് മാത്രമല്ല, അവരിൽ ശിർക്ക് ആരോപിച്ച്, അവരെ കുഫറും ശിർക്കും ആരോപിച്ച് അവരെ നിസ്സാരപ്പെടുത്തിയവരാണ് വഹാബികൾ. ഇവരാണോ ദീനിന്റെ അഹ്ലുകാർ? ഇവരാണോ യഥാർത്ഥ റൂട്ടിലുള്ളവർ? ഈ വഹാബികൾക്ക് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല. മറിച്ച് ലോക മുഖ്യധാര മുസ്ലിമീങ്ങളാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഹ്ലുകാർ,
അവർ മുഅ്മിനീങ്ങളായ മുൻഗാമികളായ ഇമാമീങ്ങളെ 100% അംഗീകരിക്കുന്നവരും അവർക്കാണ് നമ്മളെക്കാളും ഖുർആനും ഹദീസും മനസ്സിലാക്കിയത് എന്ന് ചിന്തിച്ചുകൊണ്ട് നാലാളൊരു മദ്ഹബ് സ്വീകരിച്ച് ജീവിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഹ്ലുകാർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ബിദഈകളുടെ ശർറിൽ നിന്ന് നമ്മളെ കാത്ത് സലാമത്താക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.